ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി കിടിക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയുടെ ഒരു വലിയ കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ സച്ചി. അങ്ങനെ സച്ചിയാണെങ്കിൽ നീരുമയെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ അവരുടെ കള്ളത്തരം പൊളിച്ചെടുക്കുകയാണ്. നീരമ്മ ആ പണം തിരികെ കൊടുത്തെന്നും ആ പണം കൊണ്ടാണ് ശ്രുതിയും കൂടി ഷോപ്പ് തുടങ്ങിയതെന്നുള്ള കാര്യം എല്ലാവരും അറിയാണ്. എന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്ത പണം കൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയതെന്നാണ് ചന്ദ്ര ഉൾപ്പെടെ എല്ലാവരെയും അവർ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യമാവുകയാണ് ശ്രുതിയോട്. അങ്ങനെ ശ്രുതിയുമായിട്ട് ചന്ദ്ര നല്ല രീതിയിൽ ഒടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയാണ്, നിങ്ങളെന്തിനാണ് എന്നെ കുറ്റം പറയുന്നത്? നിങ്ങളുടെ മോനും തെറ്റ് ചെയ്തിട്ടില്ലേ? ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിന് ശ്രുതിക്ക് കുറ്റമില്ലാതെ നിങ്ങൾ എന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പം നീയല്ലേ അവനെ നിർബന്ധിച്ചതെന്ന് ചോദിക്കുക ചന്ദ്ര. അപ്പോൾ പറയുന്നുണ്ട്, അല്ല, ഞാൻ നിർബന്ധിച്ചെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കഴിവുകേട് കൊണ്ടാണ്. അവൻ വെറും ഒരു കിഴങ്ങനായി പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, നിങ്ങളുടെ വളർത്തു ഗുണം കൊണ്ട് തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് രണ്ടും കൂടെ പടക്കം പൊട്ടുന്ന പോലെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്ക്. അങ്ങനെ മൊത്തവും പ്രശ്നമായി കഴിയുമ്പോൾ പിന്നെയും പ്രശ്നങ്ങളിലേക്ക് പോവുകയും ശ്രുതിയെയും തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചന്ദ്ര. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രുതി പറയാണ്, നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ലേ ശ്രുതി ഇങ്ങനെ ആയിപ്പോയത്, അല്ലാതൊന്നുമല്ലല്ലോ. നിങ്ങളുടെ വളർത്തു ഗുണം കൊണ്ടാണ് നിങ്ങളുടെ മോനൊരു മരമണ്ടനായിപ്പോയത്. എവിടെ പോയാലും കൊണ്ട് പണം കളയല്ലേ ചെയ്യുന്നു, അല്ലാതെ അവനൊരു ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും അറിയോ? അറിയില്ലല്ലോ. അപ്പം പിന്നെ ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തെന്നിരിക്കുമെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഇങ്ങ് ദേഷ്യം വരിക. ചന്ദ്ര പറയും, എന്താടി നീ പറഞ്ഞത്? നീ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ വളർത്തു ഗുണം കൊണ്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയെന്ന് പറയുന്നോ? നീ എന്താ ഉദ്ദേശിച്ചത്? എൻ്റെ മോനെ നീ കുറ്റപ്പെടുത്തുന്നോ എൻ്റെ മുമ്പിൽ? ഇതൊന്നും ഇവിടെ നടക്കില്ല. എന്നെ ചോദ്യം ചെയ്യാറൊന്നും ആയിട്ടില്ല നീളി പെരിങ്കള്ളി. നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്നെന്നും പറഞ്ഞ് ഈ എൻ്റെ ഭർത്താവിൻ്റെ പണം കൊണ്ട് നിങ്ങൾ കട തുടങ്ങിയിട്ട് ഇപ്പം എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാവുക. അങ്ങനെ ചന്ദ്ര ശ്രുതിയുടെ കാരണത്തിനൊരെണ്ണം കൊടുക്കുക. അപ്പോൾ ശ്രുതിയെ തല്ലുകൊണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്നതിന് എന്നെ മാത്രം ഈ കുറ്റപ്പെടുത്തുന്നതിനെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശ്രുതി ഇതെല്ലാം കണ്ട് അവിടെ നിൽപ്പുണ്ടേ. പക്ഷേ ശ്രുതിയെ സപ്പോർട്ട് ചെയ്തൊന്നും പറയുന്നേ ഇല്ല. ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും ശ്രുതി സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, അവിടെ നിൽക്കുക. അപ്പോൾ ചന്ദ്ര പറയാ, നീ എന്തിനാടാ വായി നോക്കി നിൽക്കുന്നേ? നിനക്ക് മുറിയിലേക്ക് കയറി പൊക്കോ, നീ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ ഇവളോടുള്ള കാര്യങ്ങളെ ഞാൻ സംസാരിച്ചോളാം. ഇവളൊരു കള്ളിയാണ്. ഇവളോട് സംസാരിക്കാൻ എൻ്റെ ഈ നാവ് മതി. എന്തിനാ നീ ചിനുങ്ങി ഇവിടെ നിൽക്കുന്നത്? കയറി പോടാ എന്ന് പറയാം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ശ്രുതി മുറിയിലേക്ക് കയറി പോവുക. ശ്രുതി അവിടെ ഇട്ട് കൊടുത്തിട്ട് പോവുക. ശ്രുതിയെ ചന്ദ്ര അങ്ങ് വലിച്ച് കീറുക ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് കണ്ടു നിൽക്കുന്ന സച്ചിക്കും രേവതിക്കും വർഷയ്ക്കും ഒക്കെ ഒരു വിഷമം തോന്നുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അതേ അമ്മ ഇങ്ങനൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുകയാണ് കേട്ടോ സച്ചി. അപ്പം രേവതിയും പറയുന്നുണ്ട്, ശരിയാ സച്ചിയേട്ടാ, കാര്യം ശ്രുതി ഒരു പെരുങ്കള്ളിയൊക്കെ ആണെങ്കിലും ശ്രുതിയെ ഇങ്ങനെ ഇട്ട് വലിച്ചു കീറണ്ടായിരുന്നു. ശ്രുതിയുടെയും കൂടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് ശ്രുതിയെ മാത്രം ഇത് കുറ്റപ്പെടുത്തുന്ന അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ വർഷയും പറയാം, ശരിയാ, അല്ലെങ്കിലും അമ്മ എങ്ങനെയാ അമ്മയുടെ മോനെ കുറ്റപ്പെടുത്താതെ എന്തിനാണ് ആ ശ്രുതി ചേച്ചിയെ തന്നെ കുറ്റപ്പെടുത്തുന്നത്? ചിലപ്പോഴൊക്കെ ഇവിടെ രേവതി ചേച്ചിയായിരുന്നു കുറ്റം പറയാറ്, ഇപ്പോൾ ആ ശ്രുതിയായി. പണം എവിടെയുണ്ടോ ആ ഒരു വഴിക്ക് ഇങ്ങനെ അങ്ങ് പോകും എന്നൊക്കെ അവർ പറയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ നല്ല വിഷമിച്ച് റൂമിലേക്ക് പോവുക. റൂമിൽ ചെന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി, നീ കൊള്ളാലോ ആള്, എന്നെ നിൻ്റെ അമ്മ അവിടെ ഇട്ട് വലിച്ചു കീറിയിട്ട് നീ ഒന്ന് ചോദ്യം ചെയ്തു പോലും ഇല്ലല്ലോ. ഒന്നും കേൾക്കാത്ത പോലെ നീ ഇവിടെ വന്ന് കിടക്കുകയല്ലേ? നീനൊക്കെ പറഞ്ഞുകൂടായിരുന്നോ ഞാനും കൂടി ഞാൻ ആ ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചതെന്ന്? എന്നിട്ട് എല്ലാ കുറ്റവും എൻ്റെ തലയിലേക്ക് എടുത്തിടുക. അപ്പോൾ ഉടനെ തന്നെ പറയേ ശ്രുതി, അതെ, വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നീ ചെയ്തത് തെറ്റല്ലേ? നീ അമ്മയോട് അങ്ങനെ തർക്കുത്തരമൊക്കെ പറയാവോ? അങ്ങനെ തർക്കുത്തരം പറഞ്ഞതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. അതിപ്പം ഞാനെന്ത് ചെയ്യാനാ? അമ്മ എന്നോട് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? അപ്പോൾ ഉടനെ ശ്രുതി പറയും, ഓഹോ ആയിക്കോട്ടെ, അനുസരിച്ചുകൊണ്ടിരുന്നു, എല്ലാ കുറ്റവും എൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടി തന്നിട്ട് അവിടെ അങ്ങ് ഇരുന്ന് സുഖിച്ചോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും പോവാണ്. അങ്ങനെ അങ്ങ് ഭയങ്കര ടെൻഷനായിട്ട് ശ്രുതി പോയിരിക്കുക. അപ്പോൾ ശ്രുതി ഭക്ഷണമൊക്കെ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട്. രേവതി സച്ചിയോട് പറയാണ്, ഭക്ഷണമൊക്കെ കഴിക്കാതെ ശ്രുതി ഇരിക്കുക എന്ന് പറയാം. പിറ്റേ ദിവസം ആവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ചന്ദ്രയോട് രവി പറയാണ്, അതെ ചന്ദ്രേ, നീ ഇന്നലെ ചെയ്തത് വളരെ മോശമായിപ്പോയി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്?
കാരണം ഈ വീട്ടിൽ വന്ന് കയറിയ 3 പെൺകുട്ടികളുണ്ട്. അവർക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനുള്ള അവകാശമൊക്കെ ഇല്ലേ? അങ്ങനെയുള്ളപ്പം നീ എന്തിനാ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ നേരെ കൈയോങ്ങിയത്? നീ എന്തിനാ ശ്രുതിയെ തല്ലിയത്? ശ്രുതി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളെ തല്ലിയത്? നിന്റെ മകൻ ശ്രുതിയും കൂടി അതിൽ ഉത്തരവാദിത്തം ഇല്ലേ? അവനെ കുറ്റപ്പെടുത്താതെ ശ്രുതിയെ മാത്രം നീ എന്തിനാ കുറ്റപ്പെടുത്തിയത്? അപ്പം ചന്ദ്ര പറയത്തേ, നിങ്ങൾ കൂടുതലൊന്നും വർത്താനം പറയണ്ട. നിങ്ങളുടെ പണം കൊണ്ടുപോയിട്ടേ അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞ് അവൾ കട തുടങ്ങി. എന്നോട് പോലും ഒരു വാക്ക് മിണ്ടാതെ. അല്ലെങ്കിൽ പണം തിരിച്ചു കിട്ടിയപ്പം ശ്രുതിക്കും എന്നോട് പറയായിരുന്നു. ഞാൻ തീരുമാനം എടുക്കാൻ അവനെ സഹായിച്ചേനെ. എന്നെ പോലും അറിയിക്കാതെ അവനെ വഴി തെറ്റിച്ചത് ആ പെരുങ്കള്ളിയാ. അപ്പം ചിലപ്പോൾ ഞാൻ തല്ലിയെന്നൊക്കെ ഇരിക്കും. അതൊന്നും ചോദ്യം ചെയ്യാൻ എൻ്റെ അടുത്ത് ആരും വരണ്ടെന്ന് പറയാം. അപ്പം പിന്നെ രവിക്കും ഒന്നും മിണ്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ശ്രുതി എണീറ്റിട്ട് പോലുമില്ല കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് പറയേ ചന്ദ്ര, ശ്രുതി നീ എണീക്കുന്നില്ലേ? നീ കടയിലേക്കൊന്നും പോകുന്നില്ലേ ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പൊക്കോളാം അമ്മയെന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മഹിമയുണ്ടല്ലോ, വർഷയുടെ അമ്മ മഹിമ ഫോൺ വിളിക്കുകയാണ്. നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് ചോദിക്കുക, ശ്രുതി എന്താ ശ്രുതി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് നിങ്ങളുടെ വീട്ടിൽ? എന്തൊക്കെയോ വലിയ പ്രശ്നം ഉണ്ടായെന്നും അത് രവിയേട്ടൻ്റെ പണം എടുത്തിട്ടാണ് നിങ്ങൾ കട തുടങ്ങിയതെന്നും എന്നിട്ട് നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്നാന്ന് പറഞ്ഞെന്നും ഒക്കെ ഇങ്ങനെ കേട്ടു. അതിൻ്റെ കൂടത്തിൽ എല്ലാവരെയും അങ്ങനെയല്ലേ നിങ്ങൾ വിശ്വസിപ്പിച്ചിരുന്നത്? അതിൻ്റെ പേരിൽ അവിടെ ചന്ദ്ര ഭയങ്കര പ്രശ്നമായിരുന്നെന്ന് കേട്ടല്ലോ. ചന്ദ്ര നിന്നെ അടിക്കുകയൊക്കെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് കുറച്ചിലായിട്ട് തോന്നുക. അപ്പോൾ ശ്രുതി പറയാ, ഇതൊക്കെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? നിങ്ങൾ ഇതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ അറിയണ്ടേ? ഞാനും ആ വീട്ടിലെ ഒരു ഭാഗമല്ലേ? അല്ല, ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു. എന്നാലും നീ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ശ്രുതി? നീ ആ വീട്ടിൽ കല്യാണം കഴിച്ച് വന്ന പെണ്ണല്ലേ? അപ്പോൾ പിന്നെ ഇത്രയും വലിയ കള്ളത്തരമൊക്കെ അവിടെ കാണിക്കാവോ? ഇത്രയും ലക്ഷം രൂപ രവിയേട്ടൻ്റെ അടുത്ത് ചെയ്തിട്ട് അത് എല്ലാവർക്കും വേണ്ടി അവകാശപ്പെട്ട പണമല്ലേ? എന്നിട്ട് നീ മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛൻ അയച്ചു തന്നാന്ന് പറഞ്ഞത് തെറ്റല്ലേ? മോശമല്ലേ അതൊക്കെ? ഇതൊക്കെ എങ്ങനെയാ ശ്രുതി ഇങ്ങനെ ചെയ്യാൻ തോന്നുക? അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ചൊറിഞ്ഞു വരിക. ശ്രുതി പറയാ, അതിന് നിങ്ങളോട് ആരെങ്കിലും ഈ കാര്യം വല്ലതും ചോദിച്ചോ? നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഏർപ്പെടുന്നത്? അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. ആ പണം എടുത്തതും ചിലവാക്കിയതും ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയതും ഇനിയിപ്പോൾ ഇവിടെ വഴക്കുണ്ടായെങ്കിലും എനിക്ക് അടി കിട്ടിയെങ്കിലും അതൊന്നും നിങ്ങൾ ചോദിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മഹിമ പറയോ, ഓ ഇത് ഞാൻ ചോദിച്ചത് ശ്രുതിക്ക് കുറച്ചിലായിപ്പോയോ? അപ്പോൾ പറയാം, അതെ കുറച്ചിലായിപ്പോയി. എൻ്റെ കാര്യത്തിനൊന്നും ഇടപെടാൻ നിങ്ങളാരും വരണ്ട. എനിക്ക് അടി കിട്ടിയെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കിഴിച്ച് അന്വേഷിച്ച് ന്യൂസ് പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിന് ഇത്തിരി സന്തോഷമായിട്ടുണ്ടാവും അല്ലേ എനിക്ക് തല്ലുകൊണ്ടെന്ന് കേട്ടപ്പം? ആ വർഷ അവൾ വിളിച്ച് പറഞ്ഞതായിരിക്കും ഇതൊക്കെ. അത് ഉടനെ എന്നോട് ചോദിച്ച് എൻ്റെ മനസ്സ് വിഷമിപ്പിച്ച് നിങ്ങൾ സന്തോഷിക്കാനിരിക്കുകയല്ലേ? ഇങ്ങനെ ചൊറിഞ്ഞ് വരുത്താനായിട്ടൊന്നും എൻ്റെ അടുത്ത് വരണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് മഹിമയ്ക്ക് നല്ല കണ്ണ് പൊട്ടുന്ന ചീത്ത പറഞ്ഞു വിടുക നമ്മുടെ ശ്രുതി. അപ്പോൾ മഹിമയ്ക്ക് അങ്ങ് വല്ലാണ്ടാകുക. മഹിമ ആ ദേഷ്യത്തിന് ചന്ദ്രയെ വിളിച്ചിട്ട് ചന്ദ്രയോട് ഈ കാര്യമെല്ലാം പറയുക. ചന്ദ്രേ, അവിടെ ഇന്നലെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലേ? ഇങ്ങനെ ആ പണമൊക്കെ എടുത്ത് ആ ശ്രുതി എന്ന് പറഞ്ഞവൾ ചിലവാക്കിയല്ലേ? എന്നാലും കൊള്ളാം അവളെ പേരും കള്ളിയാണല്ലോ. ആ പാവ ശ്രുതിയെ അവനതിനുള്ള കഴിവൊന്നുമില്ലെന്നേ. അവനെ പറഞ്ഞ് പറ്റിച്ച് വഴി തിരിക്കുന്നതേ അവളാ ശ്രുതി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചു. കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? കുടുംബത്തിലുള്ളവരെയെല്ലാം പറ്റിക്കല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ഉടനെ ചന്ദ്ര പറയാ, ആ അതേന്നേ അങ്ങനെയാ, അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരെണ്ണം പൊട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ പറയും മഹിമ, അതിനൊരു കുഴപ്പമില്ല, ആരായാലും ഒരെണ്ണം കൊടുത്തു പോവും. അതുപോലുള്ള പ്രവൃത്തിയല്ലേ അവൾ ചെയ്ത് കൂട്ടിയത്. ഞാൻ ദേ അവളെ വിളിച്ച് ഇതൊന്ന് ചോദിച്ചു, എന്തായിരുന്നു പ്രശ്നം? അല്ലെങ്കിൽ ഈ കാണിച്ചത് മോശമല്ലേ? എന്ത് സ്നേഹത്തോടെയാണ് നിൽക്കുന്നത് ചന്ദ്ര അവളോട്. മൂത്ത മരുമോളെ ചന്ദ്ര എടുത്ത് തലയിലല്ലേ വച്ചിരിക്കുന്നത്. എന്നിട്ട് അവൾ ചന്ദ്രയോട് ഇത് കാണിക്കാവോ? ഈ പണം കിട്ടിയപ്പോൾ അവൾക്ക് പറയണ്ടേ ഇതൊക്കെ? എന്നിട്ട് പറയാതെ അത് മുഴുവൻ എടുത്തിട്ട് സ്വന്തം അച്ഛൻ നന്നതാന്ന് പറഞ്ഞ് പൊങ്ങച്ചൻ കാണിച്ച് നടന്നത് മോശമല്ലേ? ചന്ദ്ര പറയും, തീർച്ചയായിട്ടും മോശമാണ്. അതൊന്നും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അവളെ അംഗീകരിക്കുകയില്ല. അപ്പോൾ ഉടനെ മഹിമ പറയാം, എന്നോട് അവൾ ഒരുപാട് മോശമായിട്ടാണ് ചന്ദ്രയെ പെരുമാറിയത്. ഞാൻ ഫോൺ വിളിച്ചതിന് അവൾ എന്തെല്ലാം എന്നെ പറഞ്ഞെന്നോ. ചന്ദ്ര ഇതൊന്ന് ചോദിക്കണം. അങ്ങനെ വിട്ടാലും പറ്റില്ല. ഇപ്പോഴേ തന്നെ ഇത് ചോദിച്ചില്ലെങ്കിൽ ഇവൾ ചന്ദ്രയുടെ തലയിൽ കയറി ഇരുന്ന് നിരങ്ങും. അത് കേൾക്കണ താമസം ചന്ദ്രയ്ക്ക് അങ്ങ് കലിയായേ. ചന്ദ്ര ഓടിപ്പോവും. മുറിയിലേക്ക് പോവാണ് ശ്രുതി എടി വാലോർക്കടി ഇറങ്ങി വാടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഇറങ്ങി വരുന്നില്ല കേട്ടോ. ഉടനെ തന്നെ മോളിൽ നിന്ന് ഇറങ്ങി വരിക നമ്മുടെ ശ്രുതി ചോദിക്കുക, എന്താ അമ്മേ, എന്തിനാ ശ്രുതിയെ വിളിക്കുന്നത്? അല്ല നിന്നെ ഞാൻ വിളിച്ചോ? നിനക്ക് കടയിൽ പോകണ്ടേ? നീ എന്തിനാ ഞാൻ ഇവിടെ വിളിക്കുന്നത് നോക്കി നിൽക്കുന്നത്? നിനക്ക് കടയിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുക.
ഇപ്പം ശ്രുതി വാതിൽ തുറക്കുന്നില്ല. വാതിൽക്ക് നിന്ന് മുട്ടുക ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ശ്രുതി വാതിൽ തുറക്കുന്നില്ല. ഇനി ഇന്നലത്തെ ദേഷ്യത്തിന് ശ്രുതി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവുമോ? വാതിൽ തുറക്കുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് കുറച്ച് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചന്ദ്ര പറയാം, അവളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, എടി വാതിൽ തുറക്കടി എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തിരുമ്മി എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളൂ നമ്മുടെ ശ്രുതി വന്ന് വാതിൽ തുറക്കുക. വാതിൽ തുറക്കുമ്പോൾ ചന്ദ്ര വാതിൽക്ക് നിൽക്കുക. ചന്ദ്ര ചോദിക്കുക, എടി നീ ആ മഹിമയോട് എന്തെല്ലാം വാടി പറഞ്ഞത്? അത് നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഉടനെ തന്നെ പറയും, ഓ ആ വിവരം ഇവിടെ വിളിച്ച് പറഞ്ഞ് അറിയിച്ചല്ലേ? മഹിമയോട് പറഞ്ഞെങ്കിലേ അത് കണക്കായിപ്പോയി. എൻ്റെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാനും അത് കേട്ട് കുളിർമ കൊള്ളാനും ഒന്നും അവർ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ പറയാം, മഹിമ അത് വേറൊരിടത്തെയാണോ? മഹിമയ്ക്കും ഈ കുടുംബത്തിലെ തന്നെയല്ലേ? അറിഞ്ഞതുകൊണ്ട് ചോദിച്ചു എന്ന് വെച്ചാൽ നീ അവളോട് അങ്ങനെയാണോ പെരുമാറേണ്ടത്? മഹിമ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അതിൻ്റെ തൊലി ഒരിഞ്ഞു പോയി. മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? കാണിച്ച തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നോ? എന്നിട്ട് ആ മഹിമയോട് എന്ത് മോശം വർത്തമാനങ്ങളൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ ശ്രുതി പറയാം, ഞാൻ മോശമായിട്ടൊന്നും അവരോട് പറഞ്ഞില്ല. അവർ പറഞ്ഞതിനൊക്കെ മറുപടി മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയൊക്കെ പറയാനേ എനിക്ക് പറ്റുള്ളൂ. അവരെന്തിനാ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അതൊന്നും അന്വേഷിച്ചുകൊണ്ട് വരണ്ടാന്ന് പറയുക കേട്ടോ. അപ്പം ഉടനെ തന്നെ ചന്ദ്രയങ്ങ് പോയി കഴിയുമ്പോഴേക്കും നല്ല ദേഷ്യം വരെയാണ് നമ്മുടെ ശ്രുതിക്ക്. ശ്രുതി പറയാം, വർഷ അവളാണ് ഇതെല്ലാം ചെയ്ത് പറഞ്ഞു കൊടുത്തത്. വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ വിളിച്ച് പറയുന്ന അത്ര ശരിയായ കാര്യമൊന്നുമില്ല. ഞാൻ അവളോട് ചോദിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം അവരുടെ വായിന്ന് ഞാൻ കേട്ടു, ഇവരുടെ വായിന്ന് ഞാൻ കേട്ടു. എല്ലാവരുടെയും വായിന്ന് ഞാൻ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കുറ്റങ്ങളും ശ്രുതിയും കൂടെ ചെയ്തിട്ട് ഇപ്പം ശ്രുതിക്കൊരു കുഴപ്പമില്ല. എൻ്റെ തലയിൽ മാത്രമേ കുറ്റം എല്ലാം എടുത്ത് വച്ചിരിക്കുക എന്നും പറഞ്ഞ് വർഷയുടെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ വർഷയുടെ അടുത്തേക്ക് ചെന്ന് വർഷയോട് ചോദിക്കുകയാണ് ശ്രുതി, എടി വർഷ, നീ എന്തിനാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യം നിൻ്റെ അമ്മയെ വിളിച്ചറിയിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ വർഷ പറയാം, പിന്നെ ഇവിടെ ഇത്രയും പ്രശ്നം നടന്നപ്പം ഞാൻ പിന്നെ എൻ്റെ അമ്മയല്ലാതെ വേറെ ആരെങ്കിലും വിളിച്ച് പറയുമോ? നമ്മൾ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ, വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചറിയിക്കുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, ഞാനങ്ങനെയല്ല, ഞാൻ ആരെയും വിളിച്ചറിയിക്കാറൊന്നുമില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ ഉടനെ വർഷ പറയാം, അതെങ്ങനെയാണ് നിങ്ങൾ വിളിച്ചറിയിക്കുന്നത്? നിങ്ങൾക്ക് വിളിച്ചറിയിക്കാൻ അമ്മയില്ലല്ലോ. നിങ്ങളുടെ അച്ഛനാണെ മലേഷ്യ ജയിലിലോ, പിന്നെ ആരെ വിളിച്ചറിയിക്കാനാ? അതുകൊണ്ടാണ്. നിങ്ങളുടെ അമ്മയോ അച്ഛനോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിളിച്ചറിയിച്ചേനെ. അതുപോലെ ഞാൻ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. അത് ഇത്ര വലിയ തെറ്റായിട്ടൊന്നും കാണാനില്ലെന്ന് പറയാം. തെറ്റായിട്ട് കാണാനില്ലെന്നോ? എൻ്റെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് വിളിച്ച് പറയുന്നത് എനിക്കിഷ്ടമില്ല. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും എല്ലാവരെയും അറിയിക്കണേ എനിക്കിഷ്ടമില്ല. നിൻ്റെ അമ്മ ഇന്ന് രാവിലെ വിളിച്ച് എന്നോട് എന്തെല്ലാമാ പറഞ്ഞത്? അതൊക്കെ അവർ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവർക്കത് ചോദിക്കാൻ എന്താ അവകാശം? അപ്പോൾ വർഷ പറയാം, കൂടുതലൊന്നും പറയണ്ട. അതെ, നിങ്ങളെ അച്ഛൻ്റെ പണം എടുത്തിട്ട് കൊണ്ടുപോയല്ലേ നിങ്ങൾ ബിസിനസ് തുടങ്ങിയത്? എന്നിട്ട് കള്ളത്തരമല്ലേ പറഞ്ഞത്? അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. അതിത്ര ചാടാനില്ലെന്നോ? എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെയാ എന്ന് പറയാം. അപ്പോൾ രേവതി ഇതിൻ്റെ ഇടയിൽ കയറുക. രേവതി പറയാ, അതെ ശ്രുതി അങ്ങനെയൊന്നും പറയാതെ. എന്താന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ, വീട്ടിലേക്കൊക്കെ വിളിച്ച് അമ്മമാരോട് ഇങ്ങനെ പറയും. അതുപോലെ വർഷം പറഞ്ഞായിരിക്കും. അതത്ര കാര്യമായിട്ട് എടുക്കാനൊന്നും ഇല്ലെന്നേ, അതങ്ങ് ക്ഷമിച്ച് കളാം. ഉടനെ പറയേ ശ്രുതി, പിന്നെ നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ച് നിന്റെ അമ്മയെ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതും കാര്യമായിട്ട് എടുക്കാനില്ല. ഇനി അവരുടെ വായി ഇരിക്കുന്നതും കൂടി ഞാൻ കേൾക്കടായിരിക്കല്ലേ? ഞാനൊരു കാര്യം രണ്ടിനോട് പറഞ്ഞേക്കാം, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ വിളിച്ച് പറഞ്ഞ് ചോദ്യം ചെയ്യിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ആയിക്കോ, എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരണ്ട എന്ന് തീർത്ത് പറയുക കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ വർഷ പറയാം, പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ എൻ്റെ അമ്മയോട് വളരെ മോശമായിട്ടല്ലേ പെരുമാറിയത്? ഞാൻ പിന്നെ അതൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടായിരുന്നോ എൻ്റെ അമ്മയോട്? അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, അതെ, മര്യാദയ്ക്ക് സംസാരിക്കണമെങ്കിൽ അവരെന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം. അവരെന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല. ആ രീതിയിൽ തന്നെ ഞാൻ തിരിച്ച് സംസാരിച്ചു. അതിനിപ്പോൾ എന്താ? ഉടനെ വർഷം പറയുന്നുണ്ടേ, ആഹാ അങ്ങനെയല്ലല്ലോ, നിങ്ങളെക്കാളും മൂത്തതല്ലേ അവർ. മൂത്തവരോടൊക്കെ ഒരു ബഹുമാനമുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് നാട്ടു നടപ്പാ. ആ രീതിയിലല്ല നിങ്ങൾ എൻ്റെ അമ്മയോട് സംസാരിച്ചത്. അപ്പോഴേക്കും രണ്ടുകൂടെ ഭയങ്കര അടിയായപ്പോൾ രേവതി അതിൻ്റെ ഇടയിൽ കയറിയിട്ട് രേവതി പിടിച്ച് പറിച്ച് മാറ്റി നിർത്ത് രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതെ എല്ലാം നമുക്ക് പറഞ്ഞ് സോൾവ് ആക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് രേവതി അവരെ രണ്ടിനെയും കൂടെ പിടിച്ച് മാറ്റുന്നൊക്കെയുണ്ട്. അങ്ങനെ ഭയങ്കര കലിപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ റൂമിൽ കയറി വാതിലടച്ചിരിക്കുക. ബ്യൂട്ടി പാർലറിലേക്കൊന്നും പോകുന്നില്ല, കടയിലോട്ടും പോകുന്നില്ല കേട്ടോ. ശ്രുതിയാണെങ്കിൽ രാവിലെ തന്നെ കടയിലേക്ക് പോയി. ശ്രുതിയെ വിളിക്കാതെ മിണ്ടാതെയൊക്കെ അങ്ങ് പോയി. കാരണം ശ്രുതിക്ക് പേടിയാണ് ശ്രുതിയോട് മിണ്ടാൻ. കാരണം അമ്മ പറഞ്ഞല്ലോ മിണ്ടല്ലെന്ന്. അമ്മ പറയുന്നതിൻ്റെ അപ്പുറം ഒന്നും പോകാൻ ശ്രുതിക്ക് പേടിയാണ്. അമ്മ മിണ്ടാൻ പറഞ്ഞാലേ മിണ്ടുള്ളൂ, മിണ്ടാൻ പറഞ്ഞില്ലെങ്കിൽ പേടിയാണ് ശ്രുതിക്ക് മിണ്ടാൻ. അതുകൊണ്ട് ശ്രുതി മിണ്ടുന്നൊന്നുമില്ല. ശ്രുതിയായിട്ടൊരു അകൽച്ചയൊക്കെ കാണിച്ച് പോയിരിക്കുക ഷോപ്പിലേക്ക്. അതേസമയം ശ്രുതി റൂമിൽ കയറി വാതിലടച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക.
അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഉടനെ സുധിയാണെ ഷോപ്പിൽ ഇരുന്നിട്ട് വിളിക്കുകയാണ് കേട്ടോ. അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ ഷോപ്പിൽ ഇരിക്കുകയാന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാ, വേണ്ട, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നീ ഇങ്ങോട്ട് വരണ്ട, അമ്മ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഞാനൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ വരണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ദേ ഭക്ഷണം കഴിക്കാനൊന്നും വരണ്ട, നീ ശ്രുതിയെ വിളിക്കാനും പോകണ്ട എന്ന് പറയുമ്പം ഉടനെ ചോദിക്കുക, അവളെന്നെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു, ഫോണൊക്കെ വേണേ എടുത്തോ, പക്ഷേ ദേ ഇങ്ങോട്ട് വരാനും അവളോട് മിണ്ടാനും ഒന്നും പോകേണ്ട കാര്യമില്ല, അവളെ ഉപേക്ഷിച്ച മട്ട് തന്നെ ഇരുന്നേച്ചാൽ മതി നീ. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ, എടാ പൊട്ടാ, ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് അവിടെ ഇരിക്കേ, രാത്രി നീ ഇങ്ങോട്ട് വരണ്ട, നീ ഇന്ന് ഷോപ്പ് അടയ്ക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മതി, ആ ഷോപ്പിൽ തന്നെ ഇന്ന് അങ്ങ് കിടന്നുവെച്ചാൽ മതി, നാളെ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, ശരിയമ്മേ, അങ്ങനെ തന്നെ ചെയ്യാം, ഞാൻ വരുന്നില്ല എന്ന് പറയേ. അത് കഴിഞ്ഞിട്ട് ശ്രുതിയെ ഫോൺ എടുത്ത് വിളിക്കുക. ചന്ദ്ര പറഞ്ഞല്ലോ ഫോൺ വിളിച്ചോളാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഫോൺ വിളിക്കാൻ വേണ്ടി ഫോൺ വിളിക്കുക ശ്രുതി വിളിക്കുമ്പോൾ ശ്രുതി എടുത്തിട്ട് ചോദിക്കുക, എന്താ ശ്രുതി എവിടെയാ, ശ്രുതി ഇന്ന് വരുന്നില്ലെന്ന് ചോദിക്കുക. ഇല്ല, ഞാൻ വരുന്നില്ലെന്ന് പറയാം. അപ്പോൾ പറയാം, അതെന്താ വരാത്തെ, ഇന്ന് എനിക്ക് ഷോപ്പേ അടയ്ക്കാൻ പറ്റില്ല, ഇന്ന് രാത്രി വരെ ഇരിക്കണം, എനിക്ക് കുറച്ച് ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറയുമ്പോൾ ശ്രുതി പറയാ, മനഃപൂർവ്വം ശ്രുതി വരാത്തതാ, അല്ലാതൊന്നും അല്ല, എന്ത് ബിസിനസ് ആവശ്യം ഉണ്ടായിട്ടാണ് ഇപ്പോൾ കടയിലിരിക്കുന്നത്, കട അടച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറയാ. ഇല്ല, അതൊന്നും നടക്കില്ല, എനിക്ക് എൻ്റെ ജോലി ചെയ്ത് തീർക്കണം, ഞാനൊരു ബിസിനസ്മാനാണ്, അതുകൊണ്ട് ചിലപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം അങ്ങ് ഫോൺ കട്ട് ചെയ്യുക. അതേസമയം ശ്രുതിയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കണ്ടിട്ട് രേവതിക്ക് അങ്ങ് വിഷമം തോന്നുക. രേവതി വർഷയോട് പറയാം, പാവം ശ്രുതി ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക, കാരണം അങ്ങനെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അമ്മയാണെങ്കിൽ ശ്രുതിയും കൂടെ തെറ്റിക്കാൻ നോക്കുക എന്ന് പറയാം. അപ്പോൾ വർഷം പറയാം, ശരിയാ, അവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുക ആൻറ്റി, അതിനുള്ള പണിയാണ് ചെയ്യുന്നത്, ഏതായാലും നമുക്ക് അവരുടെ ഒപ്പം നിൽക്കണം, അങ്ങനെ ശ്രുതി മാത്രമല്ലല്ലോ തെറ്റി ചെയ്തത്, ശ്രുതിയും ചെയ്തില്ലേ. അപ്പോൾ രേവതി പറയാം, ശരിയാ, അപ്പോൾ ശ്രുതിയും തെറ്റുകാരൻ തന്നെയല്ലേ എന്ന് പറയാം. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, അത് നേരാ, ശ്രുതി മാത്രമായിട്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല, അവനുണ്ടല്ലോ ആ പൊട്ടൻ ശ്രുതി, അവനും കൂടെയാണ് ചെയ്തത്, എന്നിട്ട് അവനെ അമ്മ കുറ്റപ്പെടുത്താതെ ശ്രുതിയെ മാത്രം കുറ്റപ്പെടുത്തുകയും തല്ലുമൊക്കെ ചെയ്തത് മോശമായിപ്പോയി, പാവം ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, ഞാനും ഭക്ഷണം കൊടുക്കാമെന്ന് പറയാം. അങ്ങനെ ശ്രുതിയെ കണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ, അവരങ്ങനെ വേർപിരിയാൻ പാടില്ല, അവനാണെങ്കിൽ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ, അവനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും പറഞ്ഞ് ശ്രുതിയുടെ കടയിലേക്ക് പോവുകയാണ് നമ്മുടെ സച്ചി കടയിൽ ചെന്നിട്ട് ശ്രുതിയെ കാണുക. ശ്രുതിയെ കണ്ടു കഴിയുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ഒരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ സച്ചി പോകുന്നത്, എന്നിട്ട് ആ ബിരിയാണി കൊണ്ട് കൊടുത്തിട്ട് പറയാതെ, ബിരിയാണി ഇത് നീ കഴിച്ചോ എന്ന് പറയാം. അപ്പോൾ പറയാം, എനിക്ക് നിൻ്റെ ബിരിയാണിയൊന്നും വേണ്ട, നീ എന്തിനാ ഇപ്പോൾ ബിരിയാണിയായിട്ട് വന്നതെന്ന് ചോദിക്കുക. അല്ല, നീ ഇവിടെ പട്ടിണിക്ക് ഇരിക്കുന്നത് കൊണ്ട് വന്നാ, നീ കഴിക്കടാ, വിശപ്പ് ആദ്യം മാറട്ടെ എന്ന് പറയാണ്. അപ്പോൾ ബിരിയാണിയല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി എടുത്ത് ഇങ്ങനെ കഴിക്കുക, ആർത്തി പിടിച്ച് കഴിക്കുക, ശ്രുതിക്ക് ഇങ്ങനെ ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി പറയാം, എടാ നിന്നെ ശ്രുതിയും കൂടെ തെറ്റിക്കാനാ അമ്മ നോക്കുന്നത്, അതുകൊണ്ട് നീ അതിലൊന്നും വീണു പോകരുതേ, ശ്രുതിയായിട്ട് ഒരു പ്രശ്നവും പാടില്ല, ശ്രുതി തന്നെയല്ലല്ലോ ഈ തെറ്റി ചെയ്തത്, നീയും കൂടെ ചേർന്നല്ലേ, അച്ഛൻ്റെ പണം എടുത്ത് മറിച്ചാൽ നീയും കൂടെ ചേർന്നല്ലേ, അപ്പോൾ പിന്നെ അമ്മ പറയുന്നത് കേട്ട് അവളോട് പിണങ്ങാനൊന്നും നീ നിൽക്കല്ലേ എന്ന് പറയാം. ഏയ്, ഞാൻ പിണങ്ങാനൊന്നും നിൽക്കുകയില്ല, അമ്മ പറയുന്നത് കേട്ടിട്ടൊന്നുമല്ല, അവൾ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ്, പിന്നെ നീ കൂടുതൽ ഉപദേശിക്കാനൊന്നും എൻ്റെ അടുത്ത് വരണ്ട കേട്ടോ, ഒരു ബിരിയാണി വാങ്ങി തന്നെന്ന് പറഞ്ഞ് എന്നെ മുഴുവനായിട്ട് ഉപദേശിച്ച് നന്നാക്കാൻ നീ വിചാരിക്കണ്ട, ഞങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞു പോയപ്പോഴേ നീ സന്തോഷിച്ചില്ലേ, നീയല്ലട സച്ചി അതിനെല്ലാം കാരണം, നീയല്ലേ ആ നീലിമയെ വീട്ടിൽ കൊണ്ടുവന്നതും കള്ളത്തരമെല്ലാം പൊളിച്ചതും, അതുകൊണ്ട് എനിക്കും ഞാനും ശ്രുതിയും കൂടെ പിണങ്ങിയാലും നിനക്ക് സന്തോഷമല്ലേ, അത് കാണാൻ വേണ്ടിയല്ലേ നീ രേവതിയൊക്കെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരിക. വെറുതെ കടന്നത് പോത്തിന് വേദം ഓതാൻ വന്നിരിക്കുക ഞാൻ, എനിക്ക് എന്തിൻ്റെ വിഷമമായിരുന്നെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോരുക. അതേസമയം നമ്മുടെ രേവതിയാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ശ്രുതിക്ക്. എന്നിട്ട് പറയാം, ശ്രുതി ഭക്ഷണം കഴിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല, ശ്രുതി തന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആൻറ്റി വെറുതെ ശ്രുതിയെ മാത്രം അടിച്ചു, ശ്രുതിയും കൂടെ കുറ്റപ്പെടുത്തേണ്ടതായിരുന്നു, അതില്ലാതെ ആൻറ്റിയുടെ മനസ്സിൽ നിങ്ങളെ രണ്ടുപേരെയും വേർപിരിക്കണം എന്നാ, അതുകൊണ്ട് അതൊന്നും വിചാരിക്കരുതെന്ന് പറയുകയാണ്. ഉടനെ തന്നെ ശ്രുതി പറയാ, നീ എന്തിനാ വന്നത്, നിനക്ക് സന്തോഷമായില്ലേ എന്നെ തല്ലിയപ്പം, നീ അത് കണ്ട് സന്തോഷിച്ചാലേ നിന്റെ മനസ്സിനൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഭക്ഷണം കൊണ്ട് വന്ന് എന്നെ ഉപദേശിക്കാനൊന്നും നീ നിൽക്കണ്ട കേട്ടോ, ഇറങ്ങി പൊക്കോ എൻ്റെ മുന്നിൽ നിന്ന് പറയാ. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയും, ഇത് ഈ ഭക്ഷണം കൊണ്ട് വന്ന് നേരായ മാർഗം പറഞ്ഞു തരാമെന്ന് പറഞ്ഞതും കുറ്റമായിപ്പോയി, ഇതിപ്പോൾ എൻ്റെ ഒരു കാര്യം ആവശ്യം, ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ച് കിടന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞ് രേവതി ഇറങ്ങി പോവാം. അപ്പം നമ്മുടെ സച്ചി തിരിച്ചു വരുക. അപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട് രേവതി, എന്താ ശ്രുതിയെ പോയി കണ്ടിട്ട് എന്ത് പറഞ്ഞു ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, വെറുതെ ഒരു ബിരിയാണി വാങ്ങി അവന് കൊടുത്ത് ഞാൻ കുറേ ഉപദേശിച്ചു, എനിക്ക് വേറെ ഏതാണ്ട് അസുഖമായിരുന്നു, അവനാണെങ്കിൽ അപ്പോൾ പറയാ എനിക്കിതൊക്കെ കണ്ടിട്ട് സന്തോഷമാണ്, ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന്,
അപ്പോഴേക്ക് രേവതിയും പറയണേ ശരിയാ, അതിലും വലിയ കഷ്ടമാണ് എൻ്റെ കാര്യം. ഞാൻ വിശന്നിരിക്കുന്ന ശ്രുതിക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് പോയി കൊടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ പറയാ അവളെ അടിച്ചതിന് എനിക്ക് സന്തോഷമാണെന്ന്. ആ സന്തോഷം, മനസ്സിൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ഉള്ളിച്ചിരിക്കുകയാണ്. ആ വേണ്ടാതൊക്കെ കേട്ടിട്ട് ഇറങ്ങി പോരേണ്ട ഗതികേട് എനിക്കും വന്നല്ലോ സച്ചിയേട്ടാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ചിരിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്